ദിവസങ്ങളുടെ അനിശ്ചിതാവസ്ഥയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ റായ്ബറേലിയിലും മത്സരിക്കും എന്ന പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. ഒരു കാലത്ത് ഗാന്ധി കുടുംബത്തിന്റെ ശക്തി ദുർഗമായിരുന്ന അമേഠി ഉപേക്ഷിച്ച് റായ്ബറേലിയിലേക്ക് കൂടുമാറുന്നതും ചർച്ചാ വിഷയമാണ്. 2019 കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് 55,000-ൽ പരം വോട്ടിനാണ് രാഹുൽ പരാജയപ്പെട്ടത്. അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി വിസമ്മതം പ്രകടിപ്പിച്ചതോടെയാണ് രാഹുൽ മത്സരിക്കാൻ തയ്യാറായത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഗാന്ധി കുടുംബത്തിൽ നിന്നൊരു അമേഠിയിൽ മത്സരിക്കാനില്ലാത്തത്. സോണിയാഗാന്ധിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന കിശേരി ലാൽ ശർമ്മയാണ് കോൺഗ്രസ് ടിക്കറ്റിൽ അമേഠിയിൽ മത്സരിക്കുന്നത്. സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ മത്സരിച്ച് ജയിച്ചിരുന്ന മണ്ഡലത്തിലാണ് ഇത്തവണ ഗാന്ധി കുടുംബത്തിന്റെ അസാന്നിധ്യം. സോണിയാഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറിയതോടെ റായ്ബറേലിയിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങണമെന്ന പാർട്ടിയുടെ സമ്മർദ്ദമാണ് രാഹുലിനെ മത്സരിപ്പിക്കാൻ നിർബന്ധിതനാക്കിയത്. രണ്ടാമതൊരിക്കൽ കൂടി അമേഠിയിൽ രാഹുൽ തോൽക്കുന്നത് കോൺഗ്രസിന്റെ അസ്ഥിവാരം തോണ്ടുമെന്ന ഭയവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലിയിൽ മത്സരിക്കാൻ വിമുഖത കാട്ടിയ രാഹുലിനോട് ഹിന്ദി മേഖലയിൽ മത്സരിക്കണമെന്ന ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളുടെ സമ്മർദ്ദം ശക്തമായിരുന്നു. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കനൌജ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സാഹചര്യത്തിൽ യു.പിയിൽ രാഹുലും കൂടി മത്സരിച്ചാൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണി നേതാക്കൾ. രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ചു പോയാൽ 2026-ലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ക്ഷീണം ചെയ്യുമോ എന്ന ഭയം KPCC നേതാക്കളെയും അലട്ടുന്നുണ്ട്. 2019-ലെ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ജയിച്ച ഏക മണ്ഡലം റായ്ബറേലിയായിരുന്നു. സോണിയാഗാന്ധി 1.5 ലക്ഷത്തിൽ പരം വോട്ടിനാണ് ജയിച്ചത്. 2014-ൽ 3.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെടുത്ത പിറ്റേ തവണ ഭൂരിപക്ഷം നേർപകുതിയായി കുറഞ്ഞതും പാർട്ടിയെ വിഷമിപ്പിക്കുന്ന സംഗതിയാണ്. രാഹുലിന്റെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധിയാണ് ആദ്യമായി റായ്ബറേലിയിൽ മത്സരിച്ച ഗാന്ധി കുടുംബാംഗം. അദ്ദേഹം 1952-ലും 1957-ലും ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 1967, 1971, 1980-ലും ഇന്ദിരാഗാന്ധിയും ജയിച്ചിരുന്നു. 1999 മുതൽ 2024 വരെ സോണിയാഗാന്ധിയും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു.